റോജ, പാലക്കാട് ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ യൂണിറ്റിനെതിരെ CPI എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു സർക്കാരിന്റെ നയമാറ്റത്തിന് കാര്യമാകുന്ന ഒന്നാണോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. CPI ഞങ്ങളൊരു തിരുത്തൽ ശക്തിയാണെന്ന് വരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ച് കാനം രാജേന്ദ്രൻ്റെ സമയത്തും ഇപ്പോൾ ബിനോയ് വിശ്വം വന്ന സമയത്തും ഒക്കെ തന്നെ ഇങ്ങനെ ചില എതിർപ്പുകൾ പ്രത്യക്ഷത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാറുണ്ട്. പക്ഷേ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ ഒരു എതിർപ്പ്, അവരുടെ എതിർപ്പിൻ്റെ ഫലമായിട്ട് LDF ഒരു നയം മാറ്റം നടത്തിയതായിട്ടൊന്നും ഈ സമീപകാല ഈ രണ്ട് മന്ത്രിസഭയുടെ കാലത്തും അത്തരത്തിലുള്ളൊരു നയം മാറ്റം നടത്താനോ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സമയത്ത് CPIയുടെ ഇത്തരം ഭീഷണികൾക്കൊന്നും പിണറായി വിജയൻ വഴങ്ങിയ ഒരു ചരിത്രവുമില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ CPI എതിർപ്പ് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. CPIയുടെ ഏലപ്പുള്ളി മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇത് കുടിവെള്ളക്ഷാമം ഉണ്ടാക്കും, ഇത് മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക വഴികളൊന്നുമില്ല. പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമം നേരിടുന്ന പാലക്കാടിൻ്റെ ഏലപ്പുള്ളി പോലുള്ള സ്ഥലങ്ങളിൽ ഇത് പാടില്ല എന്ന് മണ്ഡലം കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തു. അത് ഏറ്റുപിടിച്ചാണ് പിന്നീട് അവിടുത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റി, CPIയുടെ ജില്ലാ കമ്മിറ്റിയും ഇത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് സ്റ്റേറ്റ് കൗൺസിലിനകത്ത് ഈ യോഗത്തിൽ വെച്ച് ഇത് വിമർശനം ഉണ്ടായതും ഇത് പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാടില്ല എന്നല്ല, ഇതിനോട് ചില എതിർപ്പുകൾ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. വികസനത്തിനെതിരല്ല എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് CPI ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നയം എന്നുള്ളതാണ്. CPI എല്ലായ്പ്പോഴും ഇങ്ങനെ പ്രത്യക്ഷത്തിൽ എതിർപ്പുണ്ടെന്ന് പറയുകയും പിന്നീട് CPMന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഈ കാലങ്ങളിലല്ലേ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. CPIയുടെ ഒരുപക്ഷെ ചന്ദ്രപ്പൻ്റെ കാലത്തോ അല്ലെങ്കിൽ വെളിയം ഭാർഗവൻ്റെ കാലത്തോ ചില നയപരമായ കാര്യങ്ങളിനകത്ത് എതിർപ്പുകൾ മുന്നണിക്കകത്ത് പറയുന്ന പതിവുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന കാനം രാജേന്ദ്രൻ്റെ കാലം മുതൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് എതിർപ്പുണ്ടെന്ന് പ്രതീതി ജനിപ്പിക്കുക, പിന്നീട് ഒരു കർശനമായ ഖണ്ഡിതമായ ഒരു നിലപാട് പറയാൻ CPIക്ക് പലപ്പോഴും കഴിയാറില്ല, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാറില്ല. CPMൻ്റെ ഭീഷണിയോ അല്ലെങ്കിൽ വലിയേട്ടൻ കണ്ണുരുട്ടി കാണിക്കുമ്പോൾ കീഴടങ്ങുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് കാനം രാജേന്ദ്രൻ്റെ കാലത്ത്, കഴിഞ്ഞ പാർട്ടിയുടെ സമ്മേളന കാലത്ത് കാനം രാജേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു. അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, തിരുത്തൽ ശക്തി എന്ന് പറഞ്ഞു നടന്ന പാർട്ടി ഇപ്പോൾ തിരുമ്പൽ ശക്തിയായി മാറിയെന്ന്. ഏതാണ്ട് അതാണ് അവസ്ഥ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI ഇങ്ങനെ പ്രത്യക്ഷത്തിൽ എതിർപ്പുണ്ടെന്ന് പറയുന്നതിനോടല്ലാതെ ഈ നടപടിയുമായി CPM അതിൻ്റെ നിലപാട് കൃത്യമായി, CPMൻ്റെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രി കൃത്യമായിട്ട് തന്നെ അവരുടെ നിലപാട് പറഞ്ഞു. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എന്താക്ഷേപം കേട്ടാലും, അതാണ് MP രാജേഷ് പറഞ്ഞു, എന്താക്ഷേപം കേട്ടാലോ എന്താരോപണങ്ങൾ കേട്ടാലോ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറയും. മുഖ്യമന്ത്രി അത് നിയമസഭയിൽ തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അത് CPM അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ CPI ഇപ്പോഴും ഈ പ്ലാന്റ് വേണ്ടെന്ന് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവിടെ ശുദ്ധജല ക്ഷാമം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അഴകുഴമ്പൻ മട്ടിൽ പറയുന്നു എന്നതൊഴിച്ചാൽ CPI അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന യാതൊരു സൂചനയും കാണുന്നില്ല. കാരണം അതിനൊരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഞാൻ CPIയുടെ ദേശീയ കൗൺസിൽ അംഗമായ സത്യൻ മൊകേരി പാർട്ടി പത്രമായ ജനയുഗത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. മണ്ണും ജലവും സംരക്ഷിക്കണമെന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട് തന്നെ. മണ്ണും ജലവും സംരക്ഷിക്കണമെന്നല്ലാതെ പ്ലാന്റ് വേണ്ട എന്നൊരു വാക്ക് അവിടെ പറയുന്നില്ല. ജലം ഇഷ്ടം പോലെ സുലഭമായി കിട്ടുവാണെങ്കിൽ മദ്യ കമ്പനി ആവാം എന്നുള്ള മട്ടിലാണ് ആ ലേഖനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വിമർശനം പേരിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മാന്യന്മാരാണെന്നും തിരുത്തൽ ശക്തിയാണെന്നും നടിക്കാൻ വേണ്ടിയല്ലാതെ CPIക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നയമേ ഇല്ല. കാരണം അങ്ങനെ നോക്കുമ്പോൾ CPIയെക്കാട്ടിൽ വളരെ ഖണ്ഡിതമായ നിലപാട്, വ്യക്തമായ നിലപാട് പറഞ്ഞ RJD ആണ്. ഒരു കാരണവശാലും പാലക്കാട് ഏലപ്പുള്ളിയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞത് LDFനകത്ത് ഏക പാർട്ടി RJD ആണ്. അവർ വലിപ്പം കൊണ്ടൊക്കെ ചെറുതാക്കെ ആവാം, പക്ഷേ ഈ CPI എന്ന് പറയുന്ന പാർട്ടി തരാതരം പോലെയാണ് അവരുടെ വിമർശനങ്ങൾ പലപ്പോഴും ഇറക്കുന്നത്. ഒന്ന് ആലോചിക്കുക, CPMനെ ഭയന്നാണ് ആ പാർട്ടി ജീവിക്കുന്നത്. അതിനകത്തൊരു തർക്കമുള്ള കേസല്ല. അല്ല, ഇതിപ്പോഴേ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ പുറത്തുനിന്ന് ഈ എതിർപ്പൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ അറിഞ്ഞ വിഷയമൊന്നുമല്ല. 4 മന്ത്രിമാരിരുന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് ഇത് ചർച്ച വന്നതും ഇത് അംഗീകരിച്ചത്. അന്നൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല. അന്ന് എതിർപ്പ് പറയാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു വ്യക്തമായ മറുപടി പോലും സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ പറയുന്നില്ല എന്നുള്ളതാണ്. ഞാനതാണ് പറഞ്ഞത്, സമീപകാലങ്ങളിൽ ഈ പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും എല്ലാം ഇത് തന്നെ. വനസംരക്ഷണ നിയമത്തെക്കുറിച്ച് ഭേദഗതി വന്ന സമയത്തും അതാണ് അന്ന് വനം മന്ത്രി ശശിധരൻ ചോദിച്ചത്,
CPIയുടെ മന്ത്രിമാര് നിങ്ങൾ പാർട്ടിക്കകത്ത് ക്യാബിനറ്റിൽ പങ്കെടുത്തതിന് ശേഷം അന്ന് യാതൊരു എതിർപ്പ് പറയാതെ പുറത്തു പോയി എതിർപ്പ് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അത് തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. CPIയുടെ 4 മന്ത്രിമാർ ക്യാബിനറ്റ് തീരുമാനം വന്നപ്പോൾ തലകുലുക്കി സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് പുറത്തിറങ്ങി അവരുടെ പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിൽ പറയുക എന്ന് പറയുന്നത്, പിന്നെ അതിനകത്തെ ആത്മാർത്ഥം എന്താണ്? ഞാനതാണ് പറഞ്ഞത്, പറയാൻ വേണ്ടി അല്ലെങ്കിൽ എതിർപ്പുണ്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന ചില തട്ടിപ്പ് ഡയലോഗിനപ്പുറത്തേക്ക് CPI പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ല എന്നാണ് അവരുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ CPMൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് സ്ട്രോങ് ഒരു നിലപാടെടുക്കാൻ പറ്റും. പാർട്ടി എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് 17 സീറ്റ് ജയിച്ചു. പക്ഷേ CPIക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 7.6% വോട്ട് മാത്രമാണ്. അതായത് CPMൻ്റെ ഔദാര്യത്തിൽ അവരുടെ തണലിൽ വളർന്നു വന്ന് അവരെ ചെവി കടിച്ചു പറിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് CPIക്ക് യാതൊരു രാഷ്ട്രീയ നയവുമില്ല. അതാണ് അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് ഭരണത്തിൻ്റെ നേട്ടങ്ങളെല്ലാം CPIയുടെ അക്കൗണ്ടിലാക്കുകയും കോട്ടങ്ങൾ മുഴുവൻ CPMൻ്റെ തലയിലോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് CPI ഇക്കാലത്തെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ മദ്യ നിർമ്മാണ യൂണിറ്റിൻ്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എതിർപ്പുണ്ട് എങ്കിൽ നിങ്ങൾ അത് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യും എന്ന് കോൺക്രീറ്റ് ആയിട്ട് പറയാൻ CPI ഇപ്പോഴും തയ്യാറാകുന്നില്ല. അതായത് ഈ CPMൻ്റെ മന്ത്രിമാർ, പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു, എന്താരോപണങ്ങൾ വന്നാലും എന്താക്ഷേപങ്ങൾ വന്നാലും ഈ വികസന പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ CPIക്ക് ഒരു നിലപാട് പറയാനുള്ള ബാധ്യതയുണ്ട്. ഒന്നുകിൽ ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഞങ്ങളുടെ എതിർപ്പ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭ വിട്ടുപോകുമെന്നോ പിന്തുണ പിൻവലിക്കുമെന്നോ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. അതിനുള്ള ശേഷിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPIയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന സുനിൽകുമാർ മത്സരിച്ചാണ് തൃശ്ശൂർ. അവിടെ തോൽവിക്ക് ഒരു കാരണമായതാണ് ഈ പൂരം കലങ്ങിയത്. ഈ വിഷയത്തിൽ ഒരു ADGPക്കെതിരെ നടപടിയെടുക്കാൻ CPI AKG സെന്ററിൽ കയറി ഇറങ്ങിയത് നിരവധി തവണയാണ്. ഈ ഒരു വിലയെ CPIക്ക് കൊടുക്കുന്നുള്ളൂ. അല്ല, അതാണ് യാഥാർത്ഥ്യം. കാരണം CPIക്ക് ഒറ്റയ്ക്ക് നിന്ന ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറെ പോലും ജയിക്കാനുള്ള ശക്തിയില്ല എന്നുള്ള കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം. CPMന് അത് നന്നായിട്ട് അറിയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് CPIയുടെ ഇത്തരത്തിലുള്ള ഭീഷണികളുടെ മുമ്പിലൊന്നും പിണറായി വിജയനെ പോലുള്ളൊരു കരുത്തുള്ളൊരു നേതാവ് അംഗീകരിക്കാത്തതിന് കാരണം അതാണ്. ഇവർ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇവർക്കിനി ഇവരുടെ മുമ്പിൽ വാതിലുകൾ പലതും അടഞ്ഞു കിടക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തിയില്ല എന്നുള്ള കാര്യം അവർ തന്നെ പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുള്ള. അപ്പം CPI ഈ ഭരണത്തിൻ്റെ ഔദാര്യങ്ങൾ പറ്റി ഇതൊക്കെ പറച്ചിലല്ലാതെ എതിർക്കാനോ അല്ലെങ്കിൽ എതിർപ്പ് സൃഷ്ടിക്കാനോ ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള സ്വീകാര്യത നേടാനോ ഉള്ള ശക്തി CPIക്കില്ല. അത് CPMന് നന്നായിട്ടറിയാം. ഈ ബിനോയ് വിശ്വം ഈ നാടക ഡയലോഗുകൾ പറയുന്നതല്ലാതെ ബിനോയ് വിശ്വത്തിനെ കൊണ്ട് രാഷ്ട്രീയമായ ഒരു തീരുമാനം മുന്നണിയെ കൊണ്ട് തിരുത്തിക്കാനോ എടുപ്പിക്കാനോ ഉള്ള ത്രാണിയില്ല. കാരണം പാർട്ടിയുടെ ശക്തി അത്രയുമേ ഉള്ളൂ. ദേശീയ തലത്തിൽ പോലും 1% വോട്ട് താഴെ മാത്രമാണ് ദേശീയ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് CPI കിട്ടുക. അപ്പം CPIയുടെ വളർച്ച എന്ന് പറയുന്നത് പടവലങ്ങ പോലെയാണ്. CPI ഈ പറയുന്ന യാതൊരു ശക്തിയും ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഇല്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്തിരിക്കുക. പക്ഷേ നിങ്ങൾ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഇത്തരം ഡയലോഗ്, ഒന്നുകിൽ നിങ്ങൾ ഈ സർക്കാരിനൊപ്പം നിൽക്കണം. ഈ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ തീരുമാനങ്ങളിലെല്ലാം പങ്കാളിയായതിനു ശേഷം പുറത്തിറങ്ങി പറയുന്നത് ഒരുതരം വൃത്തികെട്ട നിലപാടാണ്. കാരണം അതല്ല, ഞങ്ങൾ ഈ സർക്കാരിനൊപ്പമാണെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ക്യാബിനറ്റിൽ തന്നെ എതിർക്കണമായിരുന്നു. അല്ലെങ്കിൽ അടിയന്തര LDF വിളിച്ചു കൂട്ടാൻ പറയാനുള്ള ധൈര്യം വേണം. ഞങ്ങൾ അതിനൊരു ടൈം ഫ്രെയിം പറയണം. ഇത്ര ദിവസത്തിനുള്ളിൽ സർക്കാർ നിലപാട് തിരുത്തില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കും, ഒന്നുകിൽ മുന്നണി വിട്ടുപോകും, അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കും. ഇതൊക്കെ പറയാനുള്ള ത്രാണി ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയമായ ശക്തി വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാടുണ്ടാവണം. ഇത് ക്യാമറകളുടെ മൈക്കിന് മുമ്പിൽ മാത്രമാണ് CPI പലപ്പോഴും അവരുടെ നിലപാട് പറഞ്ഞ് ആവേശം കൊള്ളുന്നത്. അല്ലാത്ത കാര്യങ്ങളിനകത്തൊന്നും ഒരു ഇതുമില്ല. കാരണം ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പായിരുന്നു ആനി രാജ പറഞ്ഞത് കേരള പോലീസിനകത്ത് RSSന്റെ യൂണിറ്റുകൾ അതിപ്രസരമാണ്. അന്ന് ആ നിലപാട് പറഞ്ഞ അവരെ CPIയുടെ നേതൃത്വം ഒന്നടങ്കം അവരെ ആക്ഷേപിക്കുകയും അവരെ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തു. സംസ്ഥാനത്തെ കാര്യം ദേശീയ നേതാവ് പറയേണ്ടതെന്ന് പറഞ്ഞു. അത് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ഒരു ഓണപ്പതിപ്പിന് കൊടുത്ത അഭിമുഖത്തിൽ അത് ആനി രാജ അത് തുറന്നു പറയുകയും ചെയ്തു. തൻ്റെ മേലുണ്ടായ സമ്മർദ്ദങ്ങൾ അത് തിരുത്തിക്കാൻ വേണ്ടി CPIയുടെ നേതൃത്വം, CPM അല്ല, CPI നേതൃത്വം അവരുടെ മേൽ ചെലുത്തിയ പ്രഷറിനെ കുറിച്ചൊക്കെ അവർ വിശദമായി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് CPIക്ക് തന്നെ പറയേണ്ടി വന്നു,
തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം RSSന്റെ സ്വാധീനമാണെന്നും CPMന്റെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി RSS നേതാക്കളെ കണ്ട കാര്യമൊക്കെ പറഞ്ഞ് കരയാൻ മാത്രമേ CPIക്ക് യോഗമുള്ളൂ, അല്ലാതെ നിലപാടെടുപ്പിക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ വേണ്ടി കയറി ഇറങ്ങിയത് ജനങ്ങളെല്ലാം കണ്ടതാണ്. അപ്പം CPIയുടെ ശക്തിയെ, CPIയുടെ നിലപാടുകളെ ഒരു ഘട്ടത്തിൽ പോലും CPM നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ മദ്യ യൂണിറ്റ്, നിർമ്മാണ യൂണിറ്റിൻ്റെ കാര്യത്തിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. CPI പറയുന്ന എതിർപ്പൊന്നും അവർ വകവെച്ച് കൊടുക്കാനേ പോകുന്നില്ല. കാരണം ആ ധൈര്യം CPMനുണ്ട്. കാരണം CPIക്ക് എവിടെ വരെ പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ CPMന്റെ നേതൃത്വം, പ്രത്യേകിച്ച് പിണറായി വിജയന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ എതിർപ്പുകളെയോ ഇവരുടെ ഈ ഇത്തരം പുറത്തിറങ്ങിയുള്ള ഈ ഡയലോഗുകളെയോ ഒന്നും പിണറായി വിജയൻ വകവെക്കാത്തത്. അപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ ഇതിനകത്ത് നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനകത്ത് നിലപാട് സ്വീകരിക്കുന്നത്. അത് അദ്ദേഹം കേട്ടതായിട്ട് പോലും നടിക്കില്ല. CPIയുടെ എതിർപ്പുകളെക്കുറിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് തന്നെ അംഗീകരിക്കുന്നില്ല. അതിനർത്ഥം CPIയുടെ രാഷ്ട്രീയ ശക്തിക്കകത്ത് CPMന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ ഈ ജനങ്ങളെ വെറുതെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് ഈ CPIക്കാർ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറയുന്നത്. കാരണം ഈ ഭരണത്തിൻ്റെ എല്ലാ ഔദാര്യങ്ങളും പറ്റുകയും അതിൻ്റെ സുഖസൗകര്യങ്ങളും അതിൻ്റെ ഭരണത്തിൻ്റെ ശീതളഛായയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടി ഇത്തരം തട്ടിപ്പ് ഡയലോഗുകൾ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്.